ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വൈറ്റിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ തവണ ഞാൻ ചെയ്തിരുന്നു, വീണ്ടും ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ പല മോഡലുകൾ ഈ വൈറ്റിനകത്ത് കട്ട് വർക്കുണ്ട്, കോട്ടൺ ഉണ്ട്, ജോർജറ്റ് ഉണ്ട്, അതുപോലെ ക്രോസ് സ്റ്റിച്ചിൻ്റെ ഉണ്ട്. അങ്ങനെ പല മോഡലുകൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഇതൊരു ചന്തേരി കോട്ടണിലുള്ളതാണ്. ഇതിൽ എംബ്രോയ്ഡറി വർക്കാണ്. ഇതിൻ്റെ ബോർഡറിൽ ഒരു തിക്കായിട്ട് ലൈൻസും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് ഇതിൻ്റെ പല്ലുവിലുള്ള ഡിസൈൻ. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് ഇങ്ങനെ വരുന്നു. സ്ലീവിൻ്റെ എൻഡിൽ മാത്രം ഈ തിക്ക് ലൈൻസ് വരുന്നുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പല ഡിസൈനുകളിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഞാൻ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരാം, കാരണം ആർക്കും ഒരു ഡൗട്ടും ഉണ്ടാവാതിരിക്കാൻ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 559 ആണ്. ഇതെല്ലാം ചന്തേരി കോട്ടണിലാണ് കേട്ടോ വന്നേക്കണേ. അപ്പോൾ ഞാനിതിൻ്റെ ഓരോ ഡിസൈനുകളും അങ്ങ് കാണിക്കുന്നതാണ്. ഇതാണ് ഇതിൽ വരുന്ന ഡിസൈൻ. വിത്ത് ബ്ലൗസാണ്. ഇത് മറ്റൊരു ഡിസൈൻ. എല്ലാം സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുകൾ. ഈ ഡിസൈനിൽ മാത്രം മാറ്റം തന്നെ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം സാരി സെയിം, വിത്ത് ബ്ലൗസ് സെയിം, ബോർഡർ സെയിം, എല്ലാം ഈ ഡിസൈനിലുള്ള എംബ്രോയ്ഡറി വർക്കിൻ്റെ ഷേപ്പിലേ മാറ്റം വരുന്നുള്ളൂ. ഇതതിൻ്റെ മറ്റൊരു ഡിസൈൻ. എല്ലാ എംബ്രോയ്ഡറി വർക്കുകളും ചെറിയ ചെറിയ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങളില്ല കേട്ടോ. എങ്കിലും ഞാൻ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇത് വരുന്നതെന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ട്. ഇത് പല്ലുവിൽ വരുന്നു. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ടും വരുന്നു. രണ്ട് സൈഡിലും ബോർഡറായിട്ട് വരുന്നു. 559 ആണ് റേറ്റ് വരുന്നത്. ഇതതിൻ്റെ മറ്റൊരു ഡിസൈനാണ്. ഇങ്ങനെയാണ് ഈ ഡിസൈൻ വരിക. എല്ലാം വൈറ്റ് എംബ്രോയ്ഡറി വർക്കാണ്. ഇത് അതിൻ്റെ ബോർഡറായിട്ട് വരുന്നു. കണ്ടോ, തിക്കായിട്ട് ലൈനായിട്ട്. ഈ ലൈൻ തന്നെയാണ് ബ്ലൗസിൻ്റെ ബോർഡറിലും വരിക. ഇങ്ങനെയാണ് ഇത് ഫുള്ളായിട്ട് വരുന്നത്. റേറ്റ് വരുന്നത് 559 ആണ്. ഇത് അതിൻ്റെ മറ്റൊരു ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ഡിസൈനിന് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. എങ്കിലും ഞാനതൊന്ന് സെപ്പറേറ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇത് വരിക. സൈഡിലുള്ള ബോർഡർ ഇങ്ങനെ വരുന്നു. ഇതേ ബോർഡർ തന്നെ ബ്ലൗസ് പീസിൻ്റെ സൈഡിലും വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷനാണ് വന്നിരിക്കുന്നത്. ഞാൻ പിന്നെ വിടർത്തി കാണിച്ചല്ലോ. പല്ലുവിൽ ഇത് തിക്കായിട്ട് തന്നെ വരുന്നുണ്ട്. ബാക്കി ഭാഗത്ത് സ്കാറ്റേർഡായിട്ടും അതുപോലെ രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ഇതതിൻ്റെ മറ്റൊരു ഡിസൈൻ. എല്ലാം പ്യുവർ വൈറ്റിൽ ചന്തേരി കോട്ടണിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിലുള്ള ഡിസൈൻ ഇങ്ങനെ വരുന്നു. പല്ലുവിലാണ് ഈ ഡിസൈൻ കൂടുതലും വരുന്നത്. ഞാനത് വിടർത്തി കാണിച്ചായിരുന്നല്ലോ. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ആ ഒരു ബോർഡറായിട്ട് വരുന്നു. ഇതതിൻ്റെ മറ്റൊരു ഡിസൈൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഡിസൈൻ ഒത്തിരി മാറ്റങ്ങളൊന്നുമില്ല. എങ്കിലും ഞാൻ ഇതിനകത്ത് ഓരോന്നേ അങ്ങ് എടുത്ത് കാണിച്ചു തന്നതാണ്. കാരണം ഈ ഡിസൈനുകളിലെല്ലാം ഉള്ള സാരികളുണ്ട്. അപ്പോൾ ചിലർക്ക് ഒരേ ഇഷ്ടങ്ങളുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ബോർഡർ, അതുപോലെ ഇത് പല്ലു പോർഷനിലാണ് വൈറ്റ് സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ ഫുള്ളായിട്ടും വന്നിരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു ഡിസൈനാണ്. ഇതുണ്ട്, എംബ്രോയ്ഡറി വർക്കിൽ മാത്രം ഡിസൈനിൽ മാറ്റം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ചന്തേരി കോട്ടണിൽ ഈ ബോർഡറുമായിട്ട് വന്നിരിക്കുന്നു. ഇതുണ്ടോ, ഇത് തന്നെയാണ്. ഞാൻ ആദ്യം വിടർത്തിയായിരുന്നു, എങ്കിലും ഞാൻ ഒന്നോടെ വിടർത്തിയതാണ്. ഇതിൽ വരുന്ന എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ വരുന്നു. ബോർഡർ വരുന്നു. ഈ സൈഡിലും ഈ ബോർഡർ വരുന്നു. വെച്ചാൽ തിക്കായിട്ട് ലൈൻസായിട്ട്. പിന്നെ പല്ലുവിലാണ് ഇത് നന്നായിട്ട് വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. സ്ലീവിൻ്റെ എൻഡിൽ ആ ബോർഡർ വരുന്നു. ഇങ്ങനെയാണ് ഈ ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ട് ഈ ഡിസൈൻ ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 559 ആണ്. ഒന്നോടെ ഞാൻ പറയുക കേട്ടോ, ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാനിതിനകത്തത് വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തന്നതാണ്. ഈ എംബ്രോയ്ഡറി വർക്കിലുള്ള ആ ഷേപ്പിലുള്ള മാറ്റങ്ങൾ. ബാക്കിയെല്ലാം സെയിം, മെറ്റീരിയൽ സെയിം, ബോർഡറെല്ലാം സെയിം. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ബോർഡർ വരുന്നു. ഇത് പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ എംബ്രോയ്ഡറി വർക്ക് സ്കാറ്റേർഡായിട്ട് ബോഡി പാർട്ട് ഫുള്ളായിട്ടുമുണ്ട്. അതുപോലെ ഈ സൈഡിൽ ഈ വീതിക്ക് കംപ്ലീറ്റായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഈ ഡിസൈൻ ഫുള്ളായിട്ടും വരുന്നുണ്ട്. നമ്മുടെ ബോഡി താഴ്ഭാഗത്ത് ഫുള്ളായിട്ടും ഈ ഡിസൈൻ വരുന്നുണ്ട്. ഇത് വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. പ്യുവർ കോട്ടണിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1055 ആണ്. ഇതും പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ താഴത്തെ ബോർഡറിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ബാക്കി സ്കാറ്റേർഡായിട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നതും 1055 ഇത് ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സാരിയുടെ മറ്റൊരു ഡിസൈനാണ്. ഇതിങ്ങനെയാണ് വരിക. ഇത് കണ്ടോ, ഇതിലുള്ള ഡിസൈൻ ഇങ്ങനെ ഒരു റൗണ്ടിൽ ഇങ്ങനത്തെയാണ് ഇതിൽ വരുന്ന വർക്ക്.
ഡിസൈനിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പം ഞാൻ വിടർത്തി കാണിച്ച ആ സാരിയുടെ അത് തന്നെ പ്യുവർ കോട്ടണിൽ തന്നെ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസും പ്യുവർ കോട്ടൺ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1055 ആണ്. ഇതിപ്പോൾ കാണിച്ച സാരിയുടെ സെയിം ഡിസൈൻ തന്നെ പ്യുവർ കോട്ടണിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. റേറ്റ് വരുന്നത് 1055 ആണ്. ഇത് കട്ട് വർക്ക് സാരിയാണ്. സോഫ്റ്റ് സിൽക്കിൽ ഉണ്ടോ ഫുള്ളായിട്ടും ഈ കട്ട് വർക്ക് ഈ ബോഡി പാർട്ടിൽ ഇങ്ങനെ ഫുള്ളായിട്ടും താഴ്ഭാഗത്ത് വരുന്നുണ്ട്. പല്ലു ഇങ്ങനെയാണ് വരിക. ഉണ്ടോ പല്ലുവിലുള്ള ഈ കട്ട് വർക്ക് ഇങ്ങനെയാണ് ഇത് വരുന്നത്. വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും ഈ കട്ട് വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2085 ആണ്. ഒരു സോഫ്റ്റ് സിൽക്കിൽ വന്നിരിക്കുന്ന വൈറ്റ് സാരിയാണിത്. ഇതിൻ്റെ ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും ഈ ഭാഗത്ത് ഫ്ലീറ്റിൻ്റെ ഭാഗം വരെയും ഈ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ലേസ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബോഡി പല്ലു വരുന്നത്. പല്ലുവിൻ്റെ ഇതുണ്ട് എല്ലാ സൈഡിലും ഈ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഈ എംബ്രോയ്ഡറി വർക്ക് ബോഡി പാർട്ട് ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1399 ആണ്. ഇപ്പം ഞാൻ ആ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു ഡിസൈനാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സെയിം തന്നെ സോഫ്റ്റ് സിൽക്കിൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇതതിൻ്റെ പല്ലുമായിട്ട് വരുന്നു. സൈഡിൽ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഒതുങ്ങിക്കിടക്കുന്ന മെറ്റീരിയലാണ്. വൈറ്റിൽ സോഫ്റ്റ് സിൽക്ക്. അതുപോലെ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1399 ആണ്. ഇതൊരു സോഫ്റ്റ് സിൽക്കിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൽ കട്ട് വർക്കും പേൾ വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. ബോഡി പാർട്ട് ഹാഫായിട്ടും ആ പേൾ വർക്ക് ഇതുണ്ടോ ഇങ്ങനെ ഹാഫായിട്ട് ബോഡി പാർട്ടിൽ വരുന്നുണ്ട്. അതുപോലെ താഴ്ഭാഗത്ത് ഫുള്ളായിട്ടും ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഉണ്ടോ ഇതിൽ കട്ട് വർക്ക് വരുന്നു, എംബ്രോയ്ഡറി വർക്ക് വരുന്നു, പേൾ വർക്കും കൂടെ വരുന്നു. ഈ ഭാഗം താഴ്ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. അതുപോലെ ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ടും ഈ പേൾ വർക്ക് വരുന്നുണ്ട്. വൈറ്റ് തന്നെ ചെറിയ പേളിൽ തന്നെ ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഈ സൈഡിൽ പ്ലീറ്റിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. റേറ്റ് വരുന്നത് 1895 ആണ്. ഇതൊരു പ്യുവർ കോട്ടണിലാണ് ഈ വൈറ്റ് സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ബോഡി പാർട്ട് ഫുള്ളായിട്ടും സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ ഈ സൈഡിൽ ഇതാണ് പല്ലു. ഉണ്ടോ ഈ സൈഡിലും നല്ലൊരു ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ബോഡി പാർട്ടിൽ ഈ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഈ സൈഡിൽ പ്ലീറ്റിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 825. ഇത് അതിൻ്റെ മറ്റൊരു ഡിസൈനാണ്. ഇപ്പോൾ ഈ സൈഡിൽ ഇതുണ്ടോ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതതിൻ്റെ പല്ലുവാണ് വരുന്നത്. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 825 ആണ്. ഇതും പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. സെൽഫ് പ്രിൻ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 995 ആണ്. വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു ലേസാണ്. ഇത് ഇവിടെ വരെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. താഴ്ഭാഗത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പല്ലുവിൽ ഇതിൽ എംബ്രോയ്ഡറി വർക്കും കൂടെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇത് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 839 ആണ്. ഇത് പ്യുവർ വൈറ്റിൽ ഒരു റെഡ് കോമ്പിനേഷനായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷനായിട്ട് വരുന്നത്. അതുപോലെ ഓരോ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലും വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് തിക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ ആണ്. പ്ലെയിൻ റെഡിലാണ്
ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1095 ആണ്. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ കോട്ടൺ സാരി വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൂ ഫ്ലവറും ഗ്രീൻ അതിൻ്റെ സ്റ്റെമ്മും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സൈഡിൽ ഇത് നമ്മുടെ ഈ പ്ലീറ്റിൻ്റെ ഭാഗം വരെയും ഒരു സൈഡിൽ ഫുള്ളായിട്ടും ഈ ഡിസൈൻ വരുന്നുണ്ട്. ഈ സാരി ഫുള്ളായിട്ടും ഒരു ചെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടൺ ആണ് ഇത്. അപ്പോൾ ഈ ഡിസൈൻ ഇതുണ്ടോ ബോഡി പാർട്ടിൽ നന്നായിട്ടും ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1435 ആണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വൈറ്റ് സാരികളിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.